മലയോര ഗ്രാമമായ വാഗമണ്ണിലെ കനത്ത മൂടൽമഞ്ഞിലേക്ക് കാറോടിച്ചു കയറ്റുമ്പോൾ അർജുന്റെയും ജിതിന്റെയും മനസ്സിൽ ഒരു സാഹസിക യാത്രയുടെ ലഹരി മാത്രമാണുണ്ടായിരുന്നത്. വന്യമായ കാട്ടുപാതകളും വിജനമായ താഴ്വരകളും ക്യാമറയിൽ പകർത്താനിറങ്ങിയതായിരുന്നു ആ രണ്ട് സുഹൃത്തുക്കൾ. ഫോണിലെ GPS സിഗ്നൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടപ്പോഴാണ് തങ്ങൾ വഴിതെറ്റി ഏതോ ഒരു കാട്ടുപാതയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായത്. ചുറ്റും ഇരുട്ട് പടരാൻ തുടങ്ങിയിരുന്നു. കനത്ത മഞ്ഞിൽ മുന്നോട്ടുള്ള വഴി തീരെ കാണാൻ കഴിയാത്ത അവസ്ഥയായപ്പോൾ ഭാഗ്യമെന്നോണം വഴിയരികിൽ തടിയാൽ ബിൽഡ് ചെയ്ത ഒരു പഴയ റിസോർട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ദി വുഡ്സ് ഇൻ എന്നായിരുന്നു അതിന്റെ പേര്. കാടിന്റെ വന്യതയ്ക്കുള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ വലിയ തടി ബംഗ്ലാവിനു ചുറ്റും വലിയ പൈൻ മരങ്ങൾ നിഴലുപോലെ പടർന്നു പന്തലിച്ചു നിന്നിരുന്നു. റിസോർട്ടിന്റെ റിസപ്ഷനിൽ ആരുമുണ്ടായിരുന്നില്ല. കൗണ്ടറിൽ ഒരു പഴയ ബെല്ല് മാത്രം ഇരിപ്പുണ്ടായിരുന്നു. അർജുൻ ആ ബെല്ലിൽ അമർത്തിയപ്പോൾ ഉണ്ടായ വലിയ ശബ്ദം ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. നിമിഷങ്ങൾക്കകം ഇരുട്ടിൽ നിന്ന് പ്രായം ചെന്ന ഒരു വൃദ്ധൻ അവർക്ക് മുന്നിലേക്ക് നടന്നുവന്നു. കറുത്ത വസ്ത്രം ധരിച്ച അയാളുടെ കണ്ണുകൾക്ക് ഒരു അസ്വാഭാവികമായ തിളക്കമുണ്ടായിരുന്നു. തങ്ങൾക്ക് രാത്രി താമസിക്കാൻ ഒരു റൂം വേണമെന്ന് ജിതിൻ പറഞ്ഞപ്പോൾ അയാൾ മറുപടിയൊന്നും പറയാതെ വലിപ്പമുള്ള ഒരു ഇരുമ്പ് താക്കോൽ അവർക്ക് നേരെ നീട്ടി. രണ്ടാമത്തെ നിലയിലെ 204 നമ്പർ മുറിയായിരുന്നു അത്. മുറിയിലേക്ക് നടക്കുമ്പോൾ ആ തടിപ്പടവുകൾ ഉണ്ടാക്കിയ ശബ്ദം അവരുടെ ഉള്ളിൽ നേർത്തൊരു ഭയമുണർത്തി. മുറിയിൽ കയറി അവർ വേഗത്തിൽ കിടന്നുറങ്ങി. രാത്രി കൃത്യം 2 മണിയായപ്പോൾ മുറിയുടെ ജനലിൽ കനത്ത തട്ടലുകൾ കേട്ടാണ് അർജുൻ ഉണർന്നത്. പുറത്ത് കനത്ത കാറ്റും മഴയും തുടങ്ങിയിരുന്നു. ജനലടയ്ക്കാനായി അടുത്തേക്ക് ചെന്ന അർജുൻ കണ്ട കാഴ്ച അവന്റെ ചോരയുറപ്പിച്ചു കളഞ്ഞു. രണ്ടാം നിലയിലെ ആ ജനലിനു പുറത്ത് വായുവിൽ ഒഴുകി നിൽക്കുന്ന ഒരു രൂപം ജനൽച്ചില്ലിൽ നഖങ്ങൾ കൊണ്ട് പോറുകയായിരുന്നു. വെളുത്ത വസ്ത്രം ധരിച്ച മുഖം പൂർണ്ണമായും വികൃതമാക്കപ്പെട്ട ഒരു സ്ത്രീ രൂപമായിരുന്നു അത്. അവളുടെ കണ്ണുകളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അർജുൻ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പുറകോട്ട് മാറി വീണു. ശബ്ദം കേട്ട് ജിതിൻ ഞെട്ടിയുണർന്നപ്പോഴേക്കും ആ രൂപം മഞ്ഞിലേക്ക് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. നമുക്കിവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോകണം ജിതിൻ, ഇവിടെന്തോ കുഴപ്പമുണ്ട്, അർജുൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. അവർ രണ്ടുപേരും ബാഗുകളുമെടുത്ത് വേഗത്തിൽ താഴേക്ക് ഓട്ടി. എന്നാൽ റിസപ്ഷനിലെത്തിയപ്പോൾ അവർ കണ്ടത് ഭീകരമായ മറ്റൊരു കാഴ്ചയായിരുന്നു. തങ്ങളെ സ്വീകരിച്ച ആ വൃദ്ധൻ കസേരയിലിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ ശരീരം പൂർണ്ണമായും ദ്രവിച്ച് അസ്ഥികൂടമായി മാറിയിരുന്നു. പെട്ടെന്ന് റിസോർട്ടിന്റെ പ്രധാന വാതിലുകൾ തനിയെ അടഞ്ഞുപൂട്ടി. ബംഗ്ലാവിനുള്ളിലെ ലൈറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി കെട്ടുപോയി. കനത്ത ഇരുട്ടിൽ അവരുടെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റുകൾ മാത്രമായി ഏക ആശ്രയം. ആ സമയം മുകളിൽ നിന്ന് ആ സ്ത്രീയുടെ ഭീകരമായ പൊട്ടിച്ചിരിയും അട്ടഹാസവും കേട്ടുതുടങ്ങി. റിസോർട്ടിന്റെ ചുവരുകളിൽ നിന്ന് ചോരയൊഴുകാൻ തുടങ്ങി. തങ്ങൾ പെട്ടുപോയെന്ന് മനസ്സിലാക്കിയ അവർ രക്ഷപ്പെടാനായി മറ്റൊരു വഴി തെരഞ്ഞു. അതിനിടയിലാണ് റിസപ്ഷനിലെ മേശപ്പുറത്തിരുന്ന ഒരു പഴയ വാർത്താപത്രത്തിന്റെ കട്ടിംഗ് ജിതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 10 വർഷം മുൻപ് ആ റിസോർട്ടിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മായ എന്ന പെൺകുട്ടിയുടെ വാർത്തയായിരുന്നു അത്. ആ റിസോർട്ടിന്റെ ഉടമസ്ഥനും കെയർടേക്കറും ചേർന്നാണ് അവളെ കൊന്ന് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള ഭൂഗർഭ അറയിൽ തള്ളിയത്. പ്രതികാരദാഹത്തോടെ അലയുന്ന മായയുടെ ആത്മാവാണ് തങ്ങളെ വേട്ടയാടുന്നതെന്ന് അവർക്ക് ബോധ്യമായി. പെട്ടെന്ന് മായയുടെ ആത്മാവ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കൈകൾ നീണ്ട് അർജുന്റെ കഴുത്തിന് നേരെ അടുത്തു. മരണവക്ത്രത്തിൽ നിന്നെന്നോണം ജിതിൻ ഉച്ചത്തിൽ നിലവിളിച്ചു, മായേ, നിന്നെ കൊന്നവർക്ക് കാലം ശിക്ഷ നൽകിക്കഴിഞ്ഞു. ദാ ആ കിടക്കുന്നതാണ് നിന്റെ കൊലയാളി. അസ്ഥികൂടത്തിലേക്ക് വിരൽ ചൂണ്ടി ജിതിൻ കരഞ്ഞു പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും മായയുടെ ആത്മാവ് പെട്ടെന്ന് ശാന്തമായി. അവളുടെ മുഖത്തെ ക്രോധം മാറി കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകാൻ തുടങ്ങി. വർഷങ്ങളായി താൻ തിരഞ്ഞിരുന്ന നീതി നടപ്പിലായി എന്ന് മനസ്സിലാക്കിയതുപോലെ അവൾ ആ അസ്ഥികൂടത്തിലേക്ക് നോക്കി. അടുത്ത നിമിഷം കനത്ത ഒരു കാറ്റിൽ ആ അസ്ഥികൂടം ചാരമായി മാറി വായുവിൽ പറന്നുപോയി. അതോടൊപ്പം മായയുടെ ആത്മാവും ഒരു നേർത്ത വെളിച്ചമായി മാറി അന്തരീക്ഷത്തിൽ ലയിച്ചു ഇല്ലാതായി. റിസോർട്ടിന്റെ മുൻവാതിൽ തനിയെ തുറക്കപ്പെട്ടു. കാടിന്റെ വന്യമായ നിശബ്ദത മാറി പുലർക്കാലത്തെ പക്ഷികളുടെ ശബ്ദം കേട്ടുതുടങ്ങി. നേരം വെളുത്തിരുന്നു. ഭയത്തിന്റെ ആ കറുത്ത രാത്രിക്ക് വിരാമമിട്ടുകൊണ്ട് അർജുനും ജിതിനും ആ ശാപഗ്രസ്തമായ മണ്ണിൽ നിന്നും തങ്ങളുടെ കാറെടുത്ത് നഗരത്തിലേക്ക് പാഞ്ഞു. ആ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു ഭയത്തിന്റെ മുദ്രയായി അവശേഷിച്ചു.